നമസ്കാരം, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു യുഗത്തിനാണ് ഇന്നലെയോടെ ചെന്നൈയിൽ അന്ത്യമായിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഐതിഹാസികനായ കോച്ചെന്ന വിശേഷണത്തിന് ലോകത്ത് മറ്റൊരാൾക്കും അർഹനായ സ്റ്റീഫൻ ഫ്ലെമിംഗ് ഒടുവിൽ നീണ്ട 17 വർഷത്തെ സമാനതകളില്ലാത്ത സേവനത്തിന് ശേഷം തന്റെ പരിശീലക സ്ഥാനം ഔദ്യോഗികമായി ഒഴിഞ്ഞിരിക്കുകയാണ്. CSK സംബന്ധിച്ചിടത്തോളം വെറുമൊരു കോച്ച് എന്നതിനപ്പുറം ഫ്രാഞ്ചൈസിയുടെ ഒരു വലിയ ഐക്കൺ തന്നെയായിരുന്നു അദ്ദേഹം. ടീമിന്റെ സുവർണകാലത്തെ ഉയർച്ചകളിലും പിന്നീട് നേരിടേണ്ടി വന്ന കടുത്ത താഴ്ചകളിലുമെല്ലാം ഒരൊറ്റ മനസ്സോടെ ടീമിനൊപ്പം ഉറച്ചുനിന്ന സജീവ സാന്നിധ്യമായിരുന്നു ഈ മുൻ ന്യൂസിലാൻഡ് നായകൻ. വരാനിരിക്കുന്ന പുതിയൊരു സീസണിൽ കൂടി സ്റ്റീഫൻ ഫ്ലെമിംഗ് തങ്ങൾക്കൊപ്പം ഉണ്ടാവില്ലെന്നും ഇരു കൂട്ടരും പരസ്പരം ധാരണയോടെയും ബഹുമാനത്തോടെയും പിരിയാൻ തീരുമാനിച്ചതായും ചെന്നൈ സൂപ്പർ കിങ്സ് മാനേജ്മെന്റ് തന്നെയാണ് ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിലൂടെ ലോകത്തെ അറിയിച്ചത്. ചെന്നൈ ടീമിനെ സംബന്ധിച്ചിടത്തോളം മുൻ ഇതിഹാസ നായകൻ MS ധോണിയെപ്പോലെ തന്നെ ഒരു കുടുംബാംഗമായിരുന്നു സ്റ്റീഫൻ ഫ്ലെമിംഗ്. ആ മഞ്ഞക്കുപ്പായക്കാരുടെ ഹൃദയമിടിപ്പ് അറിഞ്ഞ് തന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ആ തന്ത്രശാലിയുടെ പടിയിറക്കം ക്രിക്കറ്റ് ലോകത്തെ ഒട്ടാകെ സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്. സ്റ്റീഫൻ ഫ്ലെമിംഗും ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. 2008 IPLന്റെ പ്രഥമ സീസൺ ആരംഭിക്കുമ്പോൾ ഒരു വിദേശ ഓപ്പണിംഗ് ബാറ്ററായാണ് അദ്ദേഹം CSK ടീമിലെത്തുന്നത്. അപ്പോഴേക്കും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഫ്ലെമിംഗിന്റെ കരിയർ ഏതാണ്ട് അസ്തമയത്തോട് അടുത്തിരുന്നു. ആ ആദ്യ സീസണിൽ മാത്രം ചെന്നൈക്ക് പാടണിഞ്ഞ അദ്ദേഹം വിരമിക്കലിന് ശേഷം തൊട്ടടുത്ത വർഷം, അതായത് 2009-ൽ ടീമിന്റെ മുഖ്യ പരിശീലകന്റെ റോളിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് ഇത്രയും വർഷങ്ങൾ IPLൽ എത്രയോ കോച്ചുമാരും കളിക്കാരും ടീമുകൾ മാറി മാറി വന്നിട്ടും ചെന്നൈയുടെ ആ തന്ത്രപ്രധാനമായ പരിശീലക കസേരയിൽ നിന്നും മാറാൻ ഫ്ലെമിംഗ് തയ്യാറായിരുന്നില്ല. ക്യാപ്റ്റൻ കൂൾ MS ധോണിയും കോച്ച് സ്റ്റീഫൻ ഫ്ലെമിംഗും ചേർന്ന സംഖ്യയും ക്രിക്കറ്റ് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ക്യാപ്റ്റൻ കോച്ച് കൂട്ടുകെട്ടായി മാറുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് IPL സാക്ഷ്യം വഹിച്ചത്. IPL ചരിത്രത്തിലെ ഏറ്റവും മികച്ചതും സ്ഥിരതയാർന്നതുമായ ഒരു വലിയ ഫ്രാഞ്ചൈസിയെ ചെന്നൈ സൂപ്പർ കിങ്സിനെ വളർത്തിയെടുത്ത ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ അഭിമാനത്തോടെ വഴിമാറുന്നത്. തന്റെ 17 വർഷത്തെ കോച്ചിങ് കരിയറിനിടയിൽ 5 IPL കിരീടങ്ങളാണ് 2010, 11, 18, 21, 23 അദ്ദേഹം ടീമിന് നേടിത്തന്നത്. ഇതിനു പുറമെ 2 തവണ ചാമ്പ്യൻസ് ലീഗ് 2020 ട്രോഫികളും ചെന്നൈക്ക് സമ്മാനിക്കാൻ ഫ്ലെമിംഗിന്റെ തന്ത്രങ്ങൾക്ക് സാധിച്ചു. യുവതാരങ്ങളെ കണ്ടെത്തി അവരെ ലോകോത്തര കളിക്കാരാക്കി മാറ്റുന്നതിലും കരിയർ അവസാനിക്കാറായ സീനിയർ താരങ്ങൾക്ക് കൃത്യമായ റോളുകൾ നൽകി അവരിൽ നിന്ന് മികച്ച പ്രകടനം പുറത്തെടുക്കുന്നതിലും ഫ്ലെമിംഗ് കാണിച്ച മികവ് തന്നെയാണ് CSK മറ്റുള്ള ടീമുകളിൽ നിന്നും വ്യത്യസ്തമാക്കിയത്. തന്റെ പ്രിയപ്പെട്ട ടീമിനോട് വിട പറയുമ്പോൾ വൈകാരികമായ വാക്കുകളായിരുന്നു ഫ്ലെമിംഗ് പങ്കുവച്ചത്. 18 വർഷം എന്നത് കായിക ലോകത്ത് ഒരു വലിയ ജീവിതകാലം തന്നെയാണ്. കടുത്ത നന്ദിയോടെയും സംതൃപ്തിയോടെയുമാണ് ഇപ്പോൾ ഞാൻ ഈ സ്ഥാനം ഒഴിഞ്ഞു പോകുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിനോടൊപ്പം പരിശീലകൻ എന്ന നിലയിൽ ചിലവഴിച്ച എൻ്റെ സമയം കോച്ചിങ് കരിയറിലെ ഏറ്റവും വലിയ ബഹുമതി കൂടിയാണ്. ഇത്രയും വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഒരുമിച്ച് നേടിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളിലും എനിക്ക് എപ്പോഴും വലിയ അഭിമാനമുണ്ട്. ഫ്ലെമിംഗിന്റെ പടിയിറക്കത്തിൽ CSK ഉടമ രൂപ ഗുരുനാഥും തങ്ങളുടെ അഗാധമായ നന്ദി രേഖപ്പെടുത്തി വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുഴുവൻ ആളുകൾക്കും വേണ്ടി അദ്ദേഹത്തിന്റെ കടുത്ത പ്രതിബദ്ധതയ്ക്കും നേതൃത്വ പാടവത്തിനും ചെന്നൈയോടുള്ള അധിനിവേശത്തിനുമെല്ലാം ഞാൻ അഗാധമായ നന്ദി അറിയിക്കുകയാണ്. ഒരുമിച്ചുള്ള അദ്ദേഹത്തിന്റെ ഈ യാത്ര ക്രിക്കറ്റ് ഫീൽഡിൽ മാത്രമേ ഇപ്പോൾ അവസാനിക്കുന്നുള്ളൂ. തുടർന്നും ചെന്നൈ സൂപ്പർ കിങ്സ് കുടുംബത്തിന്റെ ഒരു പ്രധാന ഭാഗമായി തന്നെ അദ്ദേഹം ഞങ്ങളോടൊപ്പം തുടരും. കഴിഞ്ഞ 2023-ലായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിനെ ഫൈനലിൽ തോൽപ്പിച്ച് ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ 5ാമത്തെയും അവസാനത്തെയും IPL കിരീടം സ്വന്തമാക്കിയത്. എന്നാൽ ആ ചരിത്ര വിജയത്തിനു ശേഷം ചെന്നൈ ടീമിന്റെ പ്രകടനത്തിൽ വലിയ രീതിയിലുള്ള ഇടിവാണ് സംഭവിച്ചത്. അവസാനത്തെ 3 തുടർച്ചയായ സീസണുകളിലും ടീമിന് പ്ലേ ഓഫിൽ പോലും യോഗ്യത നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതും മാനേജ്മെന്റിനെ വലിയ രീതിയിൽ ചിന്തിപ്പിച്ചു. കഴിഞ്ഞ 2024 സീസണിൽ പോയിന്റ് പട്ടികയിൽ 5ാം സ്ഥാനം കൊണ്ട് ചെന്നൈക്ക് തൃപ്തിപ്പെടേണ്ടി വന്നിരുന്നു. അന്ന് കളിച്ച 14 മത്സരങ്ങളിൽ കേവലം 7 എണ്ണത്തിൽ മാത്രമാണ് ടീമിന് ജയിക്കാൻ സാധിച്ചത്. എന്നാൽ 2025 IPL സീസൺ ആയപ്പോഴേക്കും ചെന്നൈ സൂപ്പർ കിങ്സ് തകർച്ചയുടെ ആഴക്കടലിലേക്ക് കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് ക്രിക്കറ്റ് ലോകം കണ്ടത്. IPL ചരിത്രത്തിലെ ആദ്യമായി പോയിന്റ് പട്ടികയിൽ ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് വീഴുക എന്ന വൻ നാണക്കേട് ചെന്നൈക്ക് നേരിടേണ്ടി വന്നു. തൊട്ടടുത്ത കഴിഞ്ഞ സീസണിലാകട്ടെ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനം കൊണ്ട് ചെന്നൈക്ക് കളി അവസാനിപ്പിക്കേണ്ടി വന്നു. ഈ കനത്ത പരാജയങ്ങളാണ് മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ടീമിനെ പ്രേരിപ്പിച്ചത്. തുടർച്ചയായ പരാജയങ്ങൾക്ക് പിന്നാലെ സ്റ്റീഫൻ ഫ്ലെമിംഗിന്റെ കോച്ചിന്റെ ശൈലിക്കെതിരെയും വലിയ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ക്രിക്കറ്റ് നിരീക്ഷകരിൽ നിന്നും ആരാധകരിൽ നിന്നും ഉയർന്നത്. ആധുനിക 2020 ക്രിക്കറ്റിൽ അതിവേഗം വരുന്ന മാറ്റങ്ങൾക്കും അഗ്രസീവ് ശൈലികൾക്കും അനുസരിച്ച് മാറാൻ തയ്യാറാകാതെ ഇപ്പോഴും പഴയ പരമ്പരാഗത ഗെയിം പ്ലാനുകളിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതാണ് ചെന്നൈ ടീമിന് വലിയ തിരിച്ചടിയാകുന്നത് എന്ന് പരസ്യമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടു. കൂടാതെ കഴിഞ്ഞ കുറച്ച് ലേലങ്ങളിൽ കളിക്കാരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഫ്ലെമിംഗ് എടുത്ത ചില മോശം തീരുമാനങ്ങളും അനാവശ്യമായ കളിക്കാരുടെ പരീക്ഷണങ്ങളും അദ്ദേഹത്തെ കടുത്ത പ്രതിക്കൂട്ടിലാക്കിയിരുന്നു. ഈ കാരണങ്ങളാൽ തന്നെ അടുത്ത് വരാനിരിക്കുന്ന പുതിയ സീസണിൽ IPLൽ അദ്ദേഹത്തെ പരിശീലക സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കടുത്തിരുന്നു. ഒടുവിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ചീത്തപ്പേരുകളും വിമർശനങ്ങളും കേൾക്കാൻ കാത്തു നിൽക്കാതെ ഫ്ലെമിംഗ് തന്നെ ഇപ്പോൾ സ്വയം പദവി ഒഴിഞ്ഞ് മാന്യമായി വഴിമാറുകയായിരുന്നു. സ്റ്റീഫൻ ഫ്ലെമിംഗ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങുമ്പോൾ
IPL ഒരു സുവർണ അധ്യായത്തിനാണ് അന്ത്യമാകുന്നത്. എങ്കിലും CSK എന്ന ബ്രാൻഡിനെ ലോകത്തെ നെറുകയിൽ എത്തിച്ചതിൽ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾക്കുള്ള പങ്ക് ചെന്നൈ ആരാധകർ ഒരിക്കലും മറക്കില്ല. വരാനിരിക്കുന്ന പുതിയ സീസണിൽ ചെന്നൈയുടെ തന്ത്രങ്ങൾ മെനയാൻ ഒരു പുതിയ പരിശീലകൻ എത്തുമ്പോൾ പഴയ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് മഞ്ഞപ്പട തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുമെന്നും ശക്തമായി തിരിച്ചുവരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നീണ്ട 17 വർഷത്തെ സേവനത്തിന് ശേഷം സ്റ്റീഫൻ ഫ്ലെമിംഗ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കോച്ച് സ്ഥാനം തഴഞ്ഞതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയിരുത്തൽ എന്താണ്? ഫ്ലെമിംഗിന് പകരം ആരാണ് ഇനി ചെന്നൈയുടെ പുതിയ പരിശീലകനായി വരേണ്ടതെന്ന് നിങ്ങൾ കരുതുന്നു? നിങ്ങളുടെ സ്വാഭാവികമായ അഭിപ്രായങ്ങൾ താഴെ പങ്കുവെക്കാവുന്നതാണ്. കൂടുതൽ IPL വാർത്തകൾക്കും തത്സമയ വിശകലനങ്ങൾക്കുമായി സ്പോർട്സ് ബീറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.